പവർ കാണിക്കാനിറങ്ങി ഒടുവിൽ സ്വന്തം കെണിയിൽ തന്നെ വീണ അമേരിക്ക. ഇറാൻ മണ്ണിൽ ട്രംപിന്റെ തന്ത്രങ്ങളെല്ലാം തകിടം മറിഞ്ഞപ്പോൾ തകർന്നടിഞ്ഞത് വൻ ശക്തി എന്ന യുഎസിന്റെ അഹങ്കാരമാണ്. ആർക്കും ഒരു ഉപകാരവുമില്ലാതെ ആർക്കോ വേണ്ടി നടത്തിയ ഒരു അനാവശ്യ യുദ്ധം ലോകത്തിന് സമാധാനക്കേടും അമേരിക്കയ്ക്ക് വൻ നഷ്ടവും മാത്രമാണ് ഉണ്ടായത്. അമേരിക്കൻ ട്രംപും തകർന്ന് തരിപ്പണമായി ഇറാൻ യുദ്ധത്തിൽ തലകുത്തി വീണിരിക്കുകയാണ് ട്രംപിന്റെ ഐഡിയകൾ. യുദ്ധം എന്തിനായിരുന്നു, ആർക്കു വേണ്ടിയായിരുന്നു, ഒരു ഉപകാരവും ഇല്ലാതെയായിരുന്നു ഈ ലോകത്തിന് വലിയ നഷ്ടം വരുത്തി വെച്ചുകൊണ്ട് അമേരിക്ക ഈ ഒരു യുദ്ധം തുടങ്ങിയത്. അധികാരത്തിന്റെ അഹങ്കാരവുമായിട്ട് ഇറാൻ മണ്ണിലേക്ക് വിരൽ ചൂണ്ടിയ അമേരിക്കയ്ക്കും ട്രംപിനും ഒടുവിൽ തിരുത്തി എഴുതേണ്ടി വന്നത് സ്വന്തം ചരിത്രമാണ്. ആയുധപ്പുരകൾ തുറന്നു വെച്ച് ആർക്കോ വേണ്ടി ആടിയ ഈ ഒരു യുദ്ധ കോലാഹലം കൊണ്ട് ആർക്കാണ് ലാഭം എന്നതാണ്. എന്തിനായിരുന്നു യുദ്ധം, ആർക്കു വേണ്ടിയായിരുന്നു യുദ്ധം എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉത്തരമില്ലാത്ത ട്രംപിനെ കാണാനും സാധിക്കും. അനാവശ്യമായിട്ടാണ് ഇസ്രയേലും അമേരിക്കയും തുടങ്ങിയ ഈ ഒരു എപ്പിക് ഫ്യൂറി എന്ന് പറയുന്ന ഒരു നാടകീയ യുദ്ധം. അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം ഇപ്പോൾ നേരിട്ടിരിക്കുന്നത് അമേരിക്കയ്ക്കാണ്. ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പശ്ചിമേഷ്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇറങ്ങി പുറപ്പെട്ട അമേരിക്കയ്ക്കും ഇസ്രയേലും ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രഹരം കൂടിയാണിത്. ഇറാന്റെ മണ്ണിൽ യുഎസിന്റെ അത്യാധുനിക യുദ്ധതന്ത്രങ്ങൾ തലകുത്തി വീണ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ശത്രു രാജ്യങ്ങളെ വിറപ്പിച്ചിരുന്ന അമേരിക്കൻ വ്യോമസേനയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ സംഭവിച്ചത് വൻ തകർച്ചയാണെന്ന് വെളിപ്പെടുത്തുന്നത് മറ്റാരുമല്ല, യുഎസ് കോൺഗ്രഷണൽ റിസർച്ച് സർവീസ് തന്നെയാണ്. ലോകം ഉറ്റുനോക്കുന്ന ആ വൻ സൈനിക നഷ്ടത്തിന്റെ ഞെട്ടിക്കുന്ന കണക്കുകളാണ്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക നടപടിയിലാണ് യുഎസ് വ്യോമസേനയ്ക്ക് ഈ ഒരു വൻ തിരിച്ചടി നേരിട്ടത്. പുറത്തുവന്ന ഔദ്യോഗിക പഠന റിപ്പോർട്ടുകൾ പ്രകാരം ഫൈറ്റർ ജെറ്റുകളും അത്യാധുനിക ഡ്രോണുകളും ഉൾപ്പെടെ 42-ലേറെ സൈനിക വിമാനങ്ങളാണ് തകരുകയോ അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തത്. ആദ്യം ഡ്രോൺ ശൃംഖല തകരുന്നു, പൂർണ്ണമായിട്ടും അവിടെ ഒരു വലിയ നഷ്ടമുണ്ടാകുന്നു. റഡാറുകളെ വെട്ടിച്ച് ആക്രമണം നടത്താൻ ശേഷിയുള്ള അമേരിക്കയുടെ അഭിമാനമായിട്ടുള്ള 24 MQ-9 റീപ്പർ, അതായത് അത്യാധുനിക ഡ്രോണുകളും കോടികൾ വിലമതിക്കുന്ന MQ-4C ടൈറ്റൻ നിരീക്ഷണ ഡ്രോണും ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തകർത്തു എന്നതാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ യുഎസ് ഡ്രോൺ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഏറ്റവും വലിയ ആഘാതം കൂടിയാണിത്. ഇനി യുദ്ധവിമാനങ്ങൾക്ക് വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അത്യാധുനിക ഫൈറ്റർ ജെറ്റുകൾക്കും ഇറാന്റെ പ്രതിരോധത്തിൽ വലിയ നഷ്ടമുണ്ടായതായിട്ടാണ് ഈ പറയുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സാമ്പത്തിക ബാധ്യത മറ്റൊരു കാര്യം. പ്രാഥമിക കണക്കുകൾക്കപ്പുറം കൂടുതൽ പരിശോധനകൾ നടക്കുമ്പോൾ ഈ വ്യോമ നഷ്ടങ്ങളുടെ എണ്ണം ഇനിയും ഉയർന്നേക്കാം എന്നുള്ള റിപ്പോർട്ടാണ് മുന്നറിയിപ്പ് നൽകുന്നത്. എന്തായാലും വൻ ശക്തി എന്ന അഹങ്കാരവുമായിട്ട് ഇറാൻ അതിർത്തിയിലേക്ക് യുദ്ധവിമാനങ്ങൾ പറത്തിയ പെന്റഗണിന് കോടിക്കണക്കിന് ഡോളറുകളുടെ നഷ്ടവും നയതന്ത്ര പരാജയവും മാത്രമാണ് ഇപ്പോൾ മിച്ചം. ആർക്കും ഒരു ഉപകാരവുമില്ലാത്ത ഈ ഒരു യുദ്ധവെറി കൊണ്ട് അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടത് തങ്ങളുടെ വ്യോമസേനയുടെ കരുത്തും അന്തസ്സുമാണ്. സൈനികരില്ല, പണമില്ല, ആയുധങ്ങളില്ല. ഇപ്പോൾ ആ ഒരു നിലയിലേക്ക് അമേരിക്ക എത്തിച്ചേർന്നിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ നഷ്ടങ്ങളുടെ ആഴം ഇനിയും കൂടുമെന്നിരിക്കെ ലോകത്തിന് മുന്നിൽ അമേരിക്കയുടെ പതനം കാണാൻ കഴിയുമെന്നതിൽ സംശയമില്ല. ലോകത്തിന്റെ മൊത്തം മുതലാളി ചമഞ്ഞ് കയ്യിൽ കിട്ടിയ ആയുധങ്ങളും എടുത്ത് പവർ കാണിക്കാൻ ഇറങ്ങിയതാണ് അമേരിക്ക. ഇപ്പോ എന്തായി അമേരിക്കയുടെ അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമല്ലാത്ത ഒരു അമേരിക്കയായിട്ട് മാറിയിട്ടുണ്ട്. ഇറാന്റെ മണ്ണിൽ മുട്ടുമടക്കി 42 യുദ്ധവിമാനങ്ങളും കളഞ്ഞു. കോടികളുടെ കടവും വാങ്ങി പെന്റഗണിൽ നിന്ന് കണ്ണീരൊഴുക്കുകയാണ് സാക്ഷാൽ അമേരിക്ക. എന്തായാലും ആർക്കോ വേണ്ടി നടത്തിയ ഈ ഒരു അനാവശ്യ യുദ്ധം കൊണ്ട് ലോകത്തിന് സമാധാനക്കേടും അമേരിക്കയ്ക്ക് ആഗോളതലത്തിൽ നാണക്കേടും മാത്രമാണുള്ളത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അമേരിക്കൻ വൻശക്തി എന്ന ആ ഒരു പഴയ ബിൽഡപ്പ് ഇതോടെ തീർന്നു കിട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോ ആ അഹങ്കാരത്തിന്റെ ബാക്കി പത്രം എണ്ണി തീർക്കാൻ പെന്റഗണിന് 1-2 കൊല്ലം എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്തായാലും അമേരിക്കയുടെ എല്ലാ അഹങ്കാരത്തിനും കടിഞ്ഞാൻ വീണിരിക്കുകയാണ്. അതായത് വൻശക്തി, ലോക പോലീസ് എന്ന് പറഞ്ഞ അമേരിക്കയുടെ എല്ലാം തകർന്നടിഞ്ഞു. വലിയ രീതിയിലുള്ള നാശനഷ്ടം അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഉണ്ടായിരിക്കുന്നത്. ഇനി അവർ ശക്തിയെന്നോ പോലീസോ എന്നോ പറയാൻ പോലും അവർക്ക് അവകാശമോ അല്ലെങ്കിൽ അധികാരവും ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം അത്രയേറെ പതനമാണ് ഇന്ന് അമേരിക്കയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്.